ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ ഒരു ഹാഫ് ഡേ ഇൻ യൂണിവേഴ്സിറ്റിയാണ്. ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ട്, അപ്പം നമ്മൾ ക്ലാസ്സിൽ പോവാണ്. അപ്പോൾ അന്ന് നടക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ റെഡി ആവാൻ പോവാ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, എണീറ്റേ ഉള്ളൂ. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് എനിക്ക് യൂണിവേഴ്സിറ്റി പോകേണ്ട ദിവസമാണ്. ഇന്ന് ട്യൂസ്ഡേ ആണ്. എനിക്ക് ഈ സെമിസ്റ്ററിൽ ട്യൂസ്ഡേയ്സ് എനിക്ക് ഭയങ്കര ടൈറ്റായിട്ട് തോന്നുന്ന ഒരു ഡേ ആണ്. കുറേ പരിപാടിയുള്ള ദിവസമാണ്. ട്യൂസ്ഡേ മാത്രമേ ഉള്ളൂ ഇത്ര ടൈറ്റ്. സോ ഞാൻ ഓൾറെഡി എനിക്ക് ഇവിടെ ഇപ്പോൾ 8 മണി കഴിഞ്ഞു. എനിക്ക് 9 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം. സോ ലെറ്റ്സ് സീ നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണാം. ഓക്കെ, ഞാൻ പോയി ചായ കുടിക്കട്ടെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സീനാട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫ്രിഡ്ജിൻ്റെ ഡോർ ഉണ്ടല്ലോ, തുറക്കാൻ നല്ല പാടാണ്. എല്ലാവർക്കും നല്ല പാടാണ്. എന്തോ ഒരു ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടുന്ന് പോണതിന് മുമ്പ് ആ ഡോർ എൻ്റെ കയ്യിൽ ഇരിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. സോ ഞാൻ ഇന്നിവിടെ ബ്രെഡ് ടോസ്റ്റും ലൈക്ക് 2 ബുൾസൈയും കഴിക്കാമെന്ന് വിചാരിച്ചു. ചായ വെക്കുന്നുണ്ട്. ചായ ആകുന്ന സമയത്ത് അത് റെഡി ആവാൻ തോന്നുന്നു. 9 മണിക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞത്. എനിക്ക് 9:45 ക്ലാസ് തുടങ്ങുന്നത്. സോ എനിക്ക് 9 മണിക്കെങ്കിലും ഇവിടുന്ന് ഇറങ്ങിയാലേ ഒരു 9-10 മണിക്ക് ഞാൻ അവിടെ എത്തത്തുള്ളൂ. നമ്മുടെ ചായക്കുള്ള പാല് ഇതേ തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് നമ്മുടെ കോമൺ കിച്ചൺ, 6 പേര് ഷെയർ ചെയ്യുന്നതുകൊണ്ട് അവരുടെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മുടെ ചായ ഇതേ റെഡിയായി. നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഇന്ന് കഴിക്കുന്നത്. ഞാൻ 2 എഗ്ഗ് എന്നുള്ളത് ഒറ്റ എഗ്ഗ് ആക്കി, പിന്നെ കുറച്ച് ബ്ലൂബെറീസും ആഡ് ചെയ്തു. ഇത് കഴിച്ചിട്ട് ഞാൻ റെഡി കഴിച്ചു. ഇനി കോളേജിൽ പോകാൻ ഞാൻ റെഡി ആയിട്ട് വരാം. ജസ്റ്റ് ഫ്രഷ് അപ്പ് ആയി കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വരാം. ഓക്കെ, ഇപ്പൊ വീഡിയോ ഞാൻ ചെയ്യുവാണെങ്കിൽ മുടി കൊഴിച്ചിലിനെ കുറിച്ചായിരിക്കും ഗൈസ് ചെയ്യുന്നത്. ഒരു മനുഷ്യന്റെ ഇത്ര മുടിയൊക്കെ പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മുടി സ്ട്രെയിറ്റൻ ചെയ്യാനോ മുടി ഒന്നും ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ ഇതെല്ലാം വലിച്ച് അങ്ങോട്ട് കെട്ടുക. വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, ഐ ഹാവ് എ ലോട്ട് ഓഫ് ബേബി ഹെയർസ് ഗൈസ്. കുറെ ഉണ്ട്. പൊട്ടിപ്പോകുന്നതാണോ ഇതാവുന്നതാണോ അറിഞ്ഞൂടാ. എൻ്റെ ഹെയർ ബാൻഡ് ഗൈസ്, ഈ മുടിയിലിടുന്ന ഹെയർ ബാൻഡ് കയ്യിലിട്ടിട്ടാണ് ഞാൻ തപ്പാനായിട്ട് പോയേക്കുന്നത്. അത് എല്ലാ ഗേൾസിനും പറ്റുന്ന ഒരു അബദ്ധമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം നമ്മുടെ വീട്ടിൽ 1000 ഹെയർ ബാൻഡ് സേഫ്റ്റി പിന്നൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ആവശ്യത്തിന് നോക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. വീണ്ടും കയ്യിൽ കിടക്കുന്ന തിരിച്ചു വരുന്ന ഒരു സീനാണിത്. ഈ സാധനം എന്ന് പറയുന്നത് ബേബി ഹെയർസ് ഒക്കെ ഞാനിങ്ങനെ ഒടുക്കി വെക്കാൻ ഐ യൂസ് ദിസ് സാധനം. ഓക്കെ ഓക്കെ, എല്ലാം തോന്നുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ. ലെറ്റ്സ് പുട്ട് സം മസ്കാരാസ് ഓൾസോ. ഞാൻ റെഡിയായി. അപ്പോഴേക്കും ഇനി എൻ്റെ ബുക്സ്, എൻ്റെ ടാബ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാണ്ട് അതൊക്കെ എടുത്തിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റിയിലോട്ട് പോകാൻ. ഞാൻ ഓൾറെഡി ലേറ്റായി. ടാബ്, ലാപ്ടോപ്പ്, അങ്ങനത്തെ സാധനങ്ങൾ. ഐ ഹാവ് ലോട്ട് ഓഫ് സ്റ്റിക്കേഴ്സ് ഇൻ മൈ ലാപ്ടോപ്പ്. കാണുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ പോലെ തോന്നും, പക്ഷെ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചു. ചാർജർ, ബുക്ക്, ബോക്സ് എല്ലാം ഞാൻ എടുത്തു വെച്ചു. ആൻഡ് നൗ ലെറ്റ്സ് ഗോ. ഓക്കെ ഓക്കെ, അപ്പം ഞാൻ റെഡിയായി. ജാക്കറ്റ് ഇടണം, നല്ല തണുപ്പാണ്. ജാക്കറ്റ് ഇട്ടിട്ട് ഞാൻ റെഡി ആയിട്ട് പോകാൻ പോവാം. ആൻഡ് വെള്ളം എടുത്തില്ല. എന്തെങ്കിലുമൊക്കെ മറക്കും. വെള്ളം എടുക്കട്ടെ. എന്നിട്ട് വെള്ളം ഓൾറെഡി എടുത്ത് വെച്ചതുകൊണ്ട് ബാക്കി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് ഓൾ സെറ്റ്. ദാഹിക്കുന്നു, കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോകാം. അപ്പം ഞാൻ ഇറങ്ങിയിട്ട് കാണാം. ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ഇനി ഞാൻ ഇറങ്ങാൻ പോവാണ്. ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഇറങ്ങട്ടെ ഗൈസ്. ഓക്കെ, എൻ്റെ റൂമൊക്കെ നല്ല വൃത്തിയാണ്, അതിപ്പോൾ കാണണ്ട. ഓക്കെ, ബൈ. റൂം അടയ്ക്കട്ടെ. സോ ഞാൻ ദേ ലിഫ്റ്റിൽ കയറി. ലിഫ്റ്റ് ഇറങ്ങിയിട്ട് നമുക്ക് ഒരു 200 മീറ്റർ നടക്കാനേ ഉള്ളൂ നമ്മുടെ ഊബാൻ സ്റ്റേഷനിലോട്ട്. ഇവിടെ മിക്ക ഫോറിൻ കൺട്രീസിൽ ഞാൻ കണ്ടേക്കുന്ന ഒരു കാഴ്ച, ഇവിടുത്തെ എസ്കലേറ്ററിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ് സൈഡിൽ ആൾക്കാർ കംപ്ലീറ്റ്ലി റൈറ്റ് സൈഡിലേക്ക് നിന്നിട്ട് പോകുന്നത്. ആൻഡ് ലെഫ്റ്റ് സൈഡിൽ സ്പീഡിൽ പോകേണ്ടവർക്ക് നടന്നു പോവാം. സോ അത് അവരെപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. സോ എൻ്റെ ഊബാൻ ഓൺ ടൈം ആയിരുന്നു. ദേ വരുന്നുണ്ട്. സോ ഊബാൻ കയറിയിട്ട് നമുക്ക് വേറൊരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് വേണം നമുക്ക് യൂണിവേഴ്സിറ്റിയിലോട്ട് പോകാനായിട്ട്.
ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റോപ്പിലെത്തി നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ ആ സ്റ്റോപ്പ്. എനിക്ക് കണ്ടിന്യൂസ്ലി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ ക്ലാസ്സിലെത്തി. ഇതാണ് എൻ്റെ ക്ലാസ്. സോ ശ്രീലക്ഷ്മി ഉണ്ട് ഈ ക്ലാസ്സിന്. ഇവിടെ ബ്രേക്ക് ടൈമിൽ എടുത്ത വീഡിയോ ആട്ടോ ഇത്. നമുക്കിവിടെ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാം. ഇപ്പോൾ ബ്രേക്ക് വന്നേക്കും. എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല ക്ലാസ്സിൽ. അതിവിടെ ജോമയിൽ നമ്മളൊരാളുടെ പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ സ്വന്തം വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. ഭയങ്കര പഠിത്ത. അതെ അതെ അതെ. ബുക്കൊക്കെ നാട്ടിൽ നിന്നുണ്ടെന്ന് ബുക്കത്. അതെ, ഇവിടെ ബുക്കൊക്കെ കിട്ടും. പക്ഷെ ഇവിടെ നാട്ടിൽ നിന്നൊക്കെ ബുക്ക് വാങ്ങിക്കൊണ്ട് വന്നേക്കുക. എന്താ അതിൻ്റെ രഹസ്യം? അത് ഇവിടെ മറ്റേ വരയിട്ട ബുക്ക് അല്ല, മറ്റേ ക്രോസ് കോളം. പക്ഷെ വരയിട്ട ബുക്കും കിട്ടും. പക്ഷെ എനിക്ക് ലൈക്ക് നമ്മുടെ ഇങ്ങനത്തെ നാട്ടിലെ കുറച്ചും കൂടെ നല്ല ബുക്ക് നാട്ടിൽ വില കുറഞ്ഞു കിട്ടും. ഇവിടെ ഒരു ബുക്കിന് എത്ര 200 യൂറോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. 200 യൂറോ, സോറി 2 യൂറോ. പെട്ടെന്ന് 200 യൂറോ കണക്കായി പോയി ഗൈസ്. പക്ഷെ അവരുടെ ബുക്കൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. സോ ഗൈസ്, നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് മെൻസിലോട്ട് ഫുഡ് കഴിക്കാൻ പോവാ. 3 hours ക്ലാസ് ആയിരുന്നു. 3 hours ഇരുന്ന് ചത്തു. നമ്മുടെ യൂണിവേഴ്സിറ്റി ഭയങ്കര വലിയ യൂണിവേഴ്സിറ്റിയാണ്. കുറേ നടക്കാനുണ്ട്. അപ്പോൾ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തുമായിട്ട് വേണം നമ്മൾ മെൻസിൽ പോയി ഫുഡ് കഴിക്കാൻ പോവാം. ഓക്കെ, മെൻസിൽ കാണാം. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ആർക്കിടെക്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇവരത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന രീതിയൊക്കെ നല്ല രസമാണ്. ഇവിടെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സും ഡിഫറെൻറ്റ് ക്യാമ്പസും ഉണ്ട് ടുമ്മിന്. പക്ഷെ നമ്മൾ എല്ലായിടത്തും ഒന്നും പോയിട്ടില്ല. ഡിഫറെൻറ്റ് രീതിയിലാണ് ഇവർ ഓരോന്നും മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. സോ നമ്മളിന്ന് കുറച്ചൊക്കെ കണ്ടിട്ട് നേരെ മെൻസയിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മെൻസ ഏകദേശം 12 മണി തൊട്ട് ഓപ്പൺ ആണ്. അതിന് മുമ്പ് എൻ്റെ സ്റ്റുഡൻറ്റ് കാർഡ് ഞാൻ ഇതുവരെ റിന്യൂ ചെയ്തിട്ടില്ലായിരുന്നു ഈ സെമിസ്റ്ററിൽ. അപ്പോൾ അതിൻ്റെ ഡേറ്റ് മാറ്റണമായിരുന്നു. സോ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ടാവും. ഈ മെഷീൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മുടെ കാർഡ് ഇടുക. അവരപ്പം നമുക്ക് ലോഡിംഗ് എന്ന് പറഞ്ഞ് വരും. നമ്മുടെ ഡേറ്റ് മാറിയിട്ട് പുതിയ സെമിസ്റ്ററിൻ്റെ ഡേറ്റ് ആയിട്ട് വരും. സോ അത് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞാൻ എൻ്റെ ആ സെമിസ്റ്ററിൻ്റെ ഇത് മാറ്റാനായിട്ട് ആക്ച്വലി ലേറ്റായി പോയി. നോർമലി നമ്മൾ എക്സാമിന് പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഹാൾ ടിക്കറ്റ് കാണിക്കുന്ന പോലെ ഇവിടെ നമ്മൾ സ്റ്റുഡൻറ്റ് കാർഡ് കാണിക്കണം. അതിൽ അവർ ചെക്ക് ചെയ്യും, മെട്രിക്കുലേഷൻ നമ്പറും ആ സെമിസ്റ്ററിൻ്റെ ഡേറ്റൊക്കെ ചെക്ക് ചെയ്യും. സോ അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് മെൻസയിലാണ് പോയത്. മെൻസയിൽ വന്നിട്ട് അതിന് അനുസരിച്ചിട്ടായിരിക്കും നമ്മളവിടെ പേ ചെയ്യുന്നത്. സോ ഇതാണ് നമ്മളെടുത്ത ഫുഡ്. ഇന്ന് നമ്മുടെ നാട്ടിലെ ബീട്രൂട്ട് കിച്ചടി പോലത്തെ സാധനം ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ടേസ്റ്റ് ചെയ്തിട്ട് ശരിക്കും നാട്ടിൽ അതുപോലെ ആയിരുന്നു എന്ന്. ഇന്ന് പാസ്തയുടെ കൂടെ അതുണ്ടായിരുന്നു, ഒരു സോസ് പോലെ. സോ അതും കുറച്ചെടുത്തായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇവർ എന്താണ് ഇതിന് പറയണതെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കത്തില്ലേ, ക്യാരറ്റൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഇടിയപ്പം അപ്പത്തിൻ്റെ ഒക്കെ കൂടെ എൻ്റെ വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടാക്കും. ആ സെയിം സാധനം, കുറച്ച് മസാല എരിവും കുറവാന്നേ ഉള്ളൂ, ഇവിടെ ഉണ്ടായിരുന്നു. ഇവരത് സൂപ്പ് പോലെ ഇരുന്ന് കഴിക്കുന്നുണ്ടായി. സോ ഞങ്ങളും കുറച്ചെടുത്തു. അപ്പോൾ നമ്മളത് നൊസ്റ്റാൾജി ഫീൽ ചെയ്തു. അപ്പോൾ നാട്ടിൽ പോകണമല്ലോ അങ്ങനത്തെ ഫീലൊക്കെ വന്നു. സെയിം ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് സ്റ്റൂ കഫേയിലാണ്. സ്റ്റൂ കഫേയിൽ നമുക്ക് കോഫി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങാം. ചെറിയ സ്നാക്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടായിരിക്കും നോർമലി പ്രോജക്ട്സ് ഒക്കെ ചെയ്യാറ്. ഇവിടുന്ന് പഠിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്പേസ് ആണ്. സോ നമ്മുടെ ഹാഫ് ഡേ ഇതിവിടെ തീർന്നു. ഇതായിരുന്നു നമ്മളൊരു ഹാഫ് ഡേ ഇൻ യൂണിവേഴ്സിറ്റി എന്ന് പറയാം. സോ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ബൈ ബൈ.